പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വടകരയിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. പി ജയരാജനായി പാർട്ടി സംവിധാനം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഇടത് കോട്ടകളിലെ അടിയൊഴുക്കിലാണ് UDFന്റെ പ്രതീക്ഷ. വടകരയിൽ ഇടതു സ്ഥാനാർത്ഥി പി ജയരാജൻ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. പാർട്ടി സംവിധാനങ്ങളെല്ലാം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. തലശ്ശേരി, കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകളിലാണ് ജയരാജന് പ്രതീക്ഷ. സ്ത്രീകൾ വലിയ നിലക്ക് LDFന്റെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നതാണ്. അതുപോലെ തന്നെ വിവിധ വയോജന വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളിലാണ് UDFന് പ്രതീക്ഷ. മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുള്ള നിയോജക മണ്ഡലങ്ങൾ. പേരാമ്പ്രയും മേപ്പയൂരും ഇടതുകോട്ടകളാണെങ്കിലും അടിയൊഴുക്കുകൾക്ക് സാധ്യതയേറെയാണ്. ശക്തമായ ഇടതുപക്ഷ ആശയങ്ങളുള്ളവർ പോലും സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള പലരും പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ പരാജയപ്പെടണമെന്നാണ് അവരുടെ ഒരു ഫീലിംഗ്. കഴിഞ്ഞ തവണ BJPയിലെ VK സജീവന് 76,313 വോട്ടുകൾ ലഭിച്ചു. അതിൽ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മറ്റ് വിഷയങ്ങളോടൊപ്പം ശബരിമല ഒരു സുപ്രധാനമായിട്ടുള്ള വിഷയമായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമയത്തും പോകുന്നത്. RMPയും LJDയിലെ വിമതരും ഇടതുമുന്നണിക്ക് ഭീഷണിയുയർത്തുമ്പോൾ കോൺഗ്രസിലെ കെട്ടുറപ്പില്ലാത്ത പ്രചാരണം ഐക്യമുന്നണിക്കും ആശങ്ക നൽകുന്നു. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വടകര ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രവചനാതീതം. S. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്.